ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അത് ഇബാദത്താണ്. പ്രാർത്ഥനയില്ലാത്തതൊന്നും ഇബാദത്തല്ല. നിർബന്ധമായും നമ്മളെല്ലാവരും ഉത്തരം കിട്ടണമെന്നാഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മുടെ മൊബൈലുകളിൽ വരുന്ന മെസ്സേജുകൾ നിർബന്ധമായും പള്ളികളിൽ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളൊക്കെ ഒരുപാട് തവണ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഈ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ലേ എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ചില ചോദ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥന സ്വീകരിക്കാൻ ചില മര്യാദകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മര്യാദകളെ വളരെ മനോഹരമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതിലൊന്ന്, നമ്മൾ ഏത് സമയത്ത് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഹൃദയ സാന്നിധ്യത്തോടെ, മനസാന്നിധ്യത്തോടെ, അശ്രദ്ധയില്ലാതെ, അലസതയില്ലാതെ പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം.
അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി, ലാ യസ്തജീബു മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ മനസ്സുമായി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന അള്ളാഹു ഉത്തരം ചെയ്യുകയില്ല. മനസ്സാന്നിധ്യത്തോടുകൂടി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയുള്ളൂ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മനുഷ്യൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ചരൽ കല്ലുകളെടുത്ത് ആ കല്ലുകൾ എറിഞ്ഞ് കളിക്കുന്ന വ്യക്തിയാണ്. ആ കളിക്കിടയിലാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ സവ്വിജ്നി മിനൽ ഹൂരിൽ ഐൻ, എനിക്ക് സ്വർഗത്തിലെ ഭാര്യമാരെ വിവാഹം ചെയ്തു തരേണമേ, അഥവാ എനിക്ക് സ്വർഗം തരേണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു, നീ എത്ര ഒരു മോശം പ്രാർത്ഥനക്കാരനാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അലാ അൽ ഖൈത്തൽ ഹസ, നിന്റെ കയ്യിലുള്ള കല്ലുകൾ നീ മാറ്റിവെക്കുക. എന്നിട്ട് നീ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഇഖ്ലാസോടുകൂടി നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം തരും. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് മൊബൈൽ മുന്നിൽ വെച്ചിട്ടാണ്. അതിലൊരു മെസ്സേജ് വന്നാൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവുകയാണ്. ഇങ്ങനെയാണ് പല ആളുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ റബ്ബുമായി മുനാജാത്ത് നടത്തുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള രീതിയാണ് പലരും സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാതെ പോകുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടിക്കളയുകയില്ല. അതിലേറ്റവും പ്രധാനമാണ് രാത്രിയുടെ അവസാന ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. അതാ യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ 1/3 അവശേഷിക്കുന്ന സമയത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മയ്യദ്ഊനി ഫഅസ്തജീബു ലഹു, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം. ഇന്നലെ വന്ന മെസ്സേജ്, പ്രാർത്ഥിക്കാൻ വന്ന മെസ്സേജ് അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മെസ്സേജാണ്. അദ്ദേഹത്തിൻ്റെ +1 പഠിക്കുന്ന കുട്ടി സൗദി അറേബ്യയിൽ നിന്ന് രാവിലെ 5 മണിക്ക് കുളിച്ച് ഫ്രഷായി വണ്ടി വന്ന് നിന്നു, കുഴഞ്ഞു വീണു. ഇപ്പോഴും വെന്റിലേറ്ററിലാണ്, തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു കിട്ടുന്നൊരു പ്രതീക്ഷയില്ല. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മോന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട, ആ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ മനസ്സിലുള്ള പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം തരും. മൈ യസ്അലുനി ഫഉതി, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് കൊടുക്കും. മൈ യസ്തഗ്ഫിറുനി ഫഅഗ്ഫറ ലഹു, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ ഞാൻ അവന് പൊറുത്തു കൊടുക്കും എന്ന് പറഞ്ഞ രാത്രിയുടെ അന്ത്യയാമം, നമ്മൾ അത്തായം കഴിക്കാൻ എഴുന്നേറ്റ സമയം ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. 2 സമയം പറഞ്ഞു. 3-ാമത്തെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം. ഖുൽ മാ യുറത്ത്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, പടച്ചോൻ തട്ടിക്കളയൂല. നിങ്ങൾ ആലോചിച്ചു, എന്തൊക്കെ വിഷമങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യന്മാരുടെയും കൽബൊന്നറിയാനുള്ള മരുന്ന്, അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെയൊക്കെ കൈവശം ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിലിങ്ങനെ തീയാണ്. ഓരോ മനുഷ്യന്മാർ ജോലിനെക്കുറിച്ച്, ഭാര്യനെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, കടത്തെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്
കുടുംബത്തിൻ്റെ രോഗത്തെക്കുറിച്ച്. ആദിയിലാണ് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളറിയോ, പശ്ചിമേഷ്യയുടെ യുദ്ധം വന്നതോടുകൂടി എത്ര മനുഷ്യന്മാരുടെ ജോലി നഷ്ടപ്പെട്ടു. എല്ലാവരും ബേജാറിലും വിഷമത്തിലും സങ്കടത്തിലൊക്കെയാണ്. പക്ഷെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, പടച്ചോ നമ്മുടെ കൈവടിയൂല. ഈ പ്രതീക്ഷയിൽ മാത്രമാണ് നമ്മളൊക്കെ മുന്നോട്ട് വന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയത്ത് നിങ്ങൾ പടച്ചോനോട് തേടിക്കോ, അത് പടച്ചോൻ ഒരിക്കലും തട്ടിക്കളയൂല. ഇന്ന ദുആ ലാ യുറദ്ദു ബൈനൽ ആദാനി വൽ ഇഖാമ. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ നിങ്ങൾ അള്ളാഹുവിനോട് തേടിയാൽ അതൊരിക്കലും അള്ളാഹു തട്ടിക്കളയുകയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഹൃദയത്തിൽ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം. ഇഖ്ലാസോടുകൂടി, അതേപോലെ തന്നെ ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആകാശത്തിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, തൻ്റെ ഉമ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ സുമ്മ ബക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരും. നമുക്ക് വരും. നമ്മുടെ ഒരു പ്രശ്നത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണിന്നും കണ്ണീര് വരും. നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കണം. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ഖുശൂ ഉള്ള പ്രാർത്ഥന, ഭക്തിയുള്ള പ്രാർത്ഥനയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, എന്ത് ഗൗരവപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിലും കിബിലക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥനയുടെ മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ തലേ ദിവസം ശത്രുക്കൾ എത്തുപേരുണ്ട് എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് 1000-ൽ പരം വരുന്ന ശത്രുക്കളുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബേക്കിലേക്ക് തിരിഞ്ഞപ്പോൾ 316 പേരേയുള്ളൂ. ആയുധങ്ങളില്ല, മല്ലന്മാരില്ല, എല്ലും തോലുമായ സ്വഹാബത്ത് മാത്രമാണ് പ്രവാചകന്റെ കൈകളിലുള്ളത്. പൊട്ടിയ വാളാണുള്ളത്. പക്ഷെ ഒന്നുണ്ട്, അവരുടെ കയ്യിലുള്ള വാളിനേക്കാളും മൂർച്ചയുണ്ടായിരുന്നു അവരുടെ ഹൃദയത്തിലുള്ള ഈമാനിന്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരത്തിന് നേരെ തിരിഞ്ഞു നിന്ന്, കിബിലക്ക് നേരെ തിരിഞ്ഞു നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ആകാശത്തിലേക്ക് കൈകളുയർത്തി സുജൂദിൽ കടന്ന് ആകാശത്തിലേക്ക് കൈകളുയർത്തി പ്രവാചകൻ രാവിലെ വരെ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. പ്രാർത്ഥനക്കുത്തരം കിട്ടാൻ കിബിലക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥനയുടെ മര്യാദയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ അൻജിസ്ലി മാ ബഅത്നി, അള്ളാഹു എന്നോട് വാഗ്ദാനം ചെയ്തത് എനിക്ക് നിറവേറ്റി തരണേ. അല്ലാഹുമ്മ ആതി മാ ബഅത്നി, എന്നോട് വാഗ്ദാനം ചെയ്തത് എനിക്ക് തരണേ അല്ലാഹ്. ബദറിന്റെ രണാങ്കണത്തിൽ ശത്രുപാളയത്തെ പരാജയപ്പെടുത്തിയത് 317 പേരാണ്. ആ വിജയം കമ്മിൻ ഫിഅത്തിൻ ഖലീല വലബത് ഫിഅത്തുൻ കസീർ. എത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അതിജയിച്ചത്, പരാജയപ്പെടുത്തിയത്. അത് ഈമാൻ, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ്. അത് കിട്ടണം നമുക്ക്. അത് കിട്ടാൻ അള്ളാഹുവിനോട് നമ്മൾ തേടണം. അത് ഏറ്റവും പ്രധാനമാണ്. കിബിലക്ക് മുന്നിടണം. അതേപോലെ തന്നെ 5-ാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒതു എടുത്തിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഖുർആൻ എടുക്കുമ്പോൾ ഒതു എടുക്കുക, പ്രാർത്ഥിക്കുമ്പോൾ ഒതു എടുക്കുക. എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഒതു ഉണ്ടാകുക. അത് ഏറ്റവും ഹൈറായതാണ്. അത് മുസ്ലിങ്ങളുടെ ഒരു ആദത്താണ്, അതൊരു രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്ത് കിതഅതു ഖബ്ദി, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കല്യാണം കഴിഞ്ഞു. വീട് കൂടുന്നതിന് മുമ്പ് നബിതങ്ങൾ പറഞ്ഞു, ലാ തുഹദ്ദിസ് ശൈഅൻ ഹത്താ തൽഖാനി, എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളൊന്നും മിണ്ടല്ലേ, ഞാൻ വന്നിട്ട് സംസാരിക്കാം, നമുക്ക് സംസാരിക്കാം, ഞാൻ ഇപ്പം വരും. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒദു എടുത്തു വന്നു. ഒദു എടുത്തു വന്നിട്ട് രണ്ടുപേരെയും അടുത്തിരുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ അടുത്തിരുന്നു. എന്നിട്ട് നബി തങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ബാരിക് ഫീഹിമാ വബാരിക് അലൈഹിമാ വബാരിക് ഫീ നസ്ലിഹിമാ. അല്ലാഹുവേ, ഈ മക്കൾക്ക് നീ ബർക്കത്ത് ചെയ്യണമേ. ഈ മക്കളുടെ മക്കളിൽ അല്ലാഹുവേ നീ അവർക്ക് ബർക്കത്ത് കൊടുക്കണേ, സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദു എടുത്തു വന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാരണം എന്താ? എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ്. അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒദു എടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ 6-ാമത്തെ കാര്യം, നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഹംദും സ്വലാത്തും ചൊല്ലി പ്രാർത്ഥിക്കാൻ നമ്മൾ ശീലിക്കണം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് പ്രാർത്ഥനയുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ തുടക്കത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ നടുവിൽ, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരാൾ എന്ത് ചെയ്തെന്നറിയോ? നബിതങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഹംദും ഇല്ല, സ്വലാത്തും ഇല്ല. ഹംദും സ്വലാത്തും ചൊല്ലാതെ ഒരാൾ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജില ഹാദാ, ഇയാൾ തിരക്ക് കൂട്ടിയിരിക്കുന്നു, ഇയാളെ തിരക്ക് കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ, ഇദാ സ്വല്ലാ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫല്യബ്ദ ബിതഹ്മീദില്ലാഹി വസ്സനാഅ അലൈഹി, ആദ്യം ഹംദ് ചൊല്ലണം, വസ്സലാ സുമ്മൽ യുസല്ലി അലൻ നബി, എന്നിട്ട് നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, എന്നിട്ട് പ്രാർത്ഥിക്കട്ടെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന തട്ടിക്കളയുകയില്ല എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എട്ടാമത്തെ കാര്യം, ദുആഇന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. അത് ദുആ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്, സ്വീകരിക്കാനുള്ള മാർഗങ്ങളാണ്. തിന്മകളെ കൊണ്ടാണ് പല കാര്യങ്ങളും അടഞ്ഞു പോകുന്നത്. ഹറാമിന്റെ മുതല് തിന്നാൽ, ഹറാമിന്റെ പണം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, അവൻ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. ഹറാമുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, അത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല മാനദണ്ഡമായി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒൻപതാമത്തെ കാര്യം, എന്ത് കാര്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിലും അത് ആവർത്തിച്ച് നമ്മൾ ചോദിക്കണം. ഒരു സാധനം കണ്ടാൽ കുട്ടികൾ വാശി പിടിച്ച് കരയുന്നത് പോലെ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ച് വാങ്ങണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് ദേഷ്യം വരില്ലേ എന്നാണ് പല ആളുകളും ചിന്തിക്കാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മല്ലം യസ്അലില്ലാ, അള്ളാഹുവിനോട് ചോദിക്കാത്തവനോടാണ് യഗ്ളബ് അലൈഹി, അള്ളാഹുവിൻ്റെ കോപമുള്ളത്. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അവനിഷ്ടമാണ്. ചോദിക്കാത്തവരോടാണ് അള്ളാഹുവിന് വെറുപ്പുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്കനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രാർത്ഥനയുടെ മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത്. എന്നാൽ ഫർള് നമസ്കാരാനന്തരം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ റിപ്പോർട്ടുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലാത്ത സമയങ്ങളിൽ എപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും അവിടെയൊക്കെയും കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതൊരു ആദത്തായി, രീതിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. കൈ ഉയർത്തുമ്പം പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹു ബിബുത്തൂനി അകുഫിക്കും, നിങ്ങളുടെ കൈപ്പള്ള കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. കൈ ഒരിക്കലും ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. കൈയിൻ്റെ പള്ള ഇങ്ങനെ കാണിച്ചിട്ട്, ആകാശത്തിലേക്ക് കാണിച്ചിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെപ്പം കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴും കൈ ഇങ്ങനെ മടക്കി വെക്ക്, പുറംഭാഗമല്ല കാണേണ്ടത്. ഈ കൈയിൻ്റെ പള്ള എന്ത് ചെയ്യണം? അള്ളാഹു കാണുന്ന രൂപത്തിൽ, ആകാശത്തിലേക്ക് ആക്കുന്ന രൂപത്തിൽ, അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? കൈ വെക്കേണ്ടത്. വലാ തസ്അലൂഹു ബിദുഹൂരിഹാ, നിങ്ങളുടെ കൈയിൻ്റെ പുറംഭാഗം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഈ പുറംഭാഗം കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, കൈയിൻ്റെ പള്ള ഇങ്ങനെ കാണിച്ചിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് നമുക്ക് നെഞ്ചിന് നേരെ ഉയർത്താം, മുഖത്തിന് നേരെ ഉയർത്താം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ വിശദീകരിക്കുന്നിടത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ഏറ്റവും ഗൗരവപ്പെട്ട ഒരാൾ ഒരു കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാൾക്ക് തലക്ക് മുകളിൽ കൈ ഉയർത്താം. കാരണം വെള്ളത്തിന് ക്ഷാമം നേരിട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചപ്പോൾ തലക്ക് മുകളിൽ കൈ ഉയർത്തിയിട്ടാണ് പ്രാർത്ഥിച്ചത്. ബദറിൻ്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലക്ക് മുകളിൽ കൈ ഉയർത്തിയാണ് പ്രാർത്ഥിച്ചത്.
ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഗൗരവപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ തലക്ക് മുകളിൽ നമുക്ക് കൈ ഉയർത്തി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, ഈ പ്രാർത്ഥന സ്വീകരിക്കുമോ എന്ന പേടി. 2, ഈ പ്രാർത്ഥന സ്വീകരിക്കും, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, അവൻ ഉന്നതനാണ്, അവൻ്റെ സ്വർഗം എനിക്ക് സമ്മാനിക്കുമെന്ന പ്രതീക്ഷയും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ആദ്യം ഓതിവെച്ച ആയത്ത്, ഇന്നഹും യുസാരിഊന ഫിൽ ഖൈറാത്ത്, അമ്പിയാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അവർ നന്മകളിൽ മത്സരിക്കുന്നവരാണ്. വയദുഊനന റഗബൻ വറഹബ, റഗബൻ വറഹബ, അവർ പ്രതീക്ഷയോടെയും ഭീതിയോടെയുമാണ് അവർ എന്നോട് പ്രാർത്ഥിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇത് സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള പേടി, ഇത് സ്വീകരിക്കും, എനിക്ക് ഉത്തരം തരുമെന്ന അങ്ങേയറ്റത്തെ ശുഭപ്രതീക്ഷ, ഇത് രണ്ടും ഒരു വിശ്വാസിയുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം, അതെന്താണ്? എപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യാ റഹീം, യാ റഹ്മാൻ ഇർഹംനി, റഹ്മാനായ അള്ളാഹുവേ എന്നോട് കരുണ കാണിക്കണമേ. യാ ഗഫൂർ, ഗഫൂറായ റബ്ബേ എനിക്ക് പുറത്തു തരണമേ. യാ ഹഫീൽ, എല്ലാവരെയും സംരക്ഷിക്കുന്ന അള്ളാഹുവേ ഇഹ്ഫദ്നി, എന്നെ സംരക്ഷിക്കണമേ. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ, വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുന്നിൽ വെച്ച് ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രാർത്ഥനയുടെ മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ അവനിൽ ഒരാളെയും പങ്കുചേർക്കുകയില്ല. എവിടുന്ന് വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും മനസ്സിൻ്റെ ഭാഷ അറിയുന്നവൻ ഏകനായ അള്ളാഹു മാത്രമാണ്. അതൊരു തങ്ങൾക്കോ ഒരു ബീവിക്കോ ഒരു ശൈഖിനോ ഒരു വലിയനോ ഒരാൾക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അവനോടുള്ള തേട്ടവും അവനിലുള്ള ഇബാദത്തും നമ്മളിൽ സ്ഥിരപ്പെടുന്നത്. ആ വിശ്വാസമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ദുനിയാവിലും ഉണ്ടാകും, ആഖിറത്തിലും ഉണ്ടാകും. പ്രാർത്ഥനയുടെ മര്യാദകൾ പഠിക്കാനും പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ജോലിയിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ കടങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ നാടിനെയും നമ്മുടെ ലോകത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.